ഇന്നും ഫലസ്തീനിൽ നമ്മൾ കാണുന്നില്ലേ? പാവപ്പെട്ട ഫലസ്തീൻ മക്കൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആ ഫലസ്തീനിലെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ചുട്ടരിക്കപ്പെടുമ്പോൾ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഭൗതിക ശരീരം മരണപ്പെട്ട കബന്ധങ്ങളായി ചതഞ്ഞരഞ്ഞു കിടക്കുന്ന അവരുടെ ജനാസകളുടെ മുകളിലൂടെ ഒരുപാട് ഭീകരന്മാരായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ജൂത പരീക്ഷകൾ വീണ്ടും വീണ്ടും ട്രക്കുകൾ കയറ്റിയിട്ട് ആ മയ്യത്തിനെ വീണ്ടും വികൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കയ്യിൽ കിട്ടുന്ന ചരൽ കല്ലുകൾ കൊണ്ട് പ്രതിരോധിക്കുന്ന പാവപ്പെട്ട ഫലസ്തീന്റെ മക്കൾ, തീവ്രവാദമാണോ ഇത്? ഭീകരവാദമാണോ ഇത്? അല്ല. ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ലല്ലോ. ആരുടെയെങ്കിലും വായിൽ വിരൽ കൊണ്ടുവച്ചിട്ട് കടിച്ചു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ, വലത് കൈകൊണ്ട്, ആരോഗ്യമുള്ള കൈകൊണ്ട് പ്രതിരോധിക്കലും ആവശ്യമാണെങ്കിൽ ഇടത് കൈയിരിക്കുന്ന വാൾ ഉപയോഗിക്കലുമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മൂന്നാമത്തെ ഘട്ടം വന്നപ്പോൾ അനുവദനീയമായ യുദ്ധങ്ങൾ, ഡിക്ലെയർ വാറുകൾ, പ്രഖ്യാപിതങ്ങൾ, ആ യുദ്ധങ്ങളുടെ പേരിൽ നീണ്ട 10 വർഷക്കാലത്തെ മദീനയുടെ ചരിത്രം മുഴുവനും പടിഞ്ഞാറൻ ശക്തികൾ അവരുടെ വെള്ള പേപ്പറുകളിൽ കറുത്ത മഷിക്കൂട്ടങ്ങൾ കൊണ്ട് എഴുതി പിടിപ്പിച്ചു നബി ഭീകരവാദിയാണ് എന്ന്. ഏതാനും ചില യുദ്ധങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ആ 10 വർഷക്കാലത്തെ നബി തങ്ങളുടെ മദീന കാലഘട്ടത്തിന് മുമ്പുള്ള രണ്ടാമത്തെ കാലഘട്ടമാകുന്ന മക്ക കാലഘട്ടത്തിന്റെ പീഡനങ്ങൾ എന്തുകൊണ്ട് പടിഞ്ഞാറൻ ശക്തികൾ പറയാതെ പോയി? എന്തുകൊണ്ടാണ്? അതിനു മുമ്പുള്ള നീണ്ട 4 പതിറ്റാണ്ട് കാലത്തെ വിശ്വസ്തനും അംഗീകരിക്കപ്പെടുന്നവനും ഏറ്റവും വലിയ ഗുണവാന്മാരുമായി പ്രവാചകനെ മുദ്രകുത്തുന്ന ആ 40 വർഷക്കാലത്തെ ചരിത്രം എന്തുകൊണ്ട് എഴുതാതെ പോയി? അതൊന്നും എഴുതാതെ പ്രിയപ്പെട്ടവരെ ഇന്നും പറയുന്നത് നബിതങ്ങൾ യുദ്ധത്തിന് നിർദ്ദേശം കൊടുത്തു എന്നാണ്. ആ യുദ്ധം ചെയ്യുമ്പോൾ പോലും വർഗീയ ഫാസിസ്റ്റ് ദുശക്തികൾ ചെയ്യുന്നത് പോലെ, സവർണ സവർഗ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ ചെയ്തതുപോലെ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെയ്തുപോലെ, ചെയ്യുന്നത് പോലെ, ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ പള്ളി ആക്രമിക്കാൻ പറഞ്ഞോ? ഈ 10 വർഷക്കാലം അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഡിക്ലെയർ വാറുകളിൽ, പ്രഖ്യാപിത യുദ്ധങ്ങളിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എടുത്ത സമീപനം എന്തായിരുന്നു? നമ്മൾ അറിയണം. വൃദ്ധന്മാരെ തൊട്ടുപോകരുത്. ഈ ഇന്ത്യ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിലാണ് പാവപ്പെട്ട വൃദ്ധന്മാരെ തല്ലിക്കൊന്നത്. പോത്തിറച്ചിയുടെയും പശുവിറച്ചിയുടെയും പേരിൽ, ഇറച്ചിയുടെ പേരിൽ പാവപ്പെട്ട വൃദ്ധന്മാരെ തല്ലിക്കൊന്നത് ഇന്ത്യ രാജ്യത്തല്ലേ? ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു പ്രിയപ്പെട്ട പ്രവാചകൻ ഭീകരവാദിയാണ് എന്ന്, മുസ്ലിങ്ങൾ ഭീകരവാദിയാണ് എന്ന്? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ജീവന്റെ ജീവനായ നമ്മളെ കണ്ടിട്ടില്ലാത്ത ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ, ആരുടെയെങ്കിലും വാപ്പായുടെ, ഏതെങ്കിലും പിതാക്കന്മാരുടെ പേരിൽ ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരുടെയെങ്കിലും പിതാക്കന്മാരുടെ പേരിൽ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടു. ഇരിക്കുന്നവരുടെ പിതാക്കന്മാരെ കണ്ടിട്ടില്ലേ? കണ്ടു. പക്ഷേ കണ്ട വാപ്പയേക്കാൾ കാണാത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും ഇഷ്ടവും അതിന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട പ്രവാചകനെ ഉപദ്രവിക്കാൻ പാടില്ല. പറയാൻ പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയാൻ പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പറയാൻ പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു മതപ്രസ്ഥാനത്തിന് പറയാൻ പറ്റുമോ? ഇസ്ലാമിന് പറയാൻ കഴിയും. യുദ്ധം ചെയ്യുമ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇസ്രയേലികളായ അനേകം യുവതികളെ ഫലസ്തീനിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയി അവരുടെ ഒളിത്താവളങ്ങളിൽ അവരെ അടച്ചിട്ടു. അവർ ന്യായമായും പ്രതീക്ഷിച്ചു തങ്ങൾ നടക്കുമെന്ന്. അവസാനം ആ പ്രിയപ്പെട്ട ഇസ്രയേലി വനിതകൾക്ക് വേണ്ട പരിരക്ഷ കൊടുത്തുകൊണ്ട്, അവർക്ക് സ്വകാര്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വനിതാ ഉദ്യോഗസ്ഥരെ അയച്ചു കൊടുത്തുകൊണ്ട്, മാത്രമല്ല അവർക്കുകൊണ്ട് ഏറ്റവും മാന്യമായ നിലയിൽ അവരെ പറഞ്ഞയക്കുമ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു ലോകത്തോട്, ഇസ്ലാം ഇത്രയും സുന്ദരമാണോ എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഗുജറാത്ത് ഇവിടെ പറയപ്പെട്ടു. ഗുജറാത്തിന്റെ തെരുവീതികളിൽ പാവപ്പെട്ട പൂർണ്ണ ഗർഭിണിയായ സഹോദരിയെ വീട്ടിനകത്തേക്ക് കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട സഹോദരിയുടെ മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ ബാക്കി നിൽക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിൽ പാവപ്പെട്ട ഒരു സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ സഹോദരിയെ ബലാത്സംഗം ചെയ്തിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച അഹമ്മദാബാദ്
സ്റ്റാൻഡ് പള്ളിയുടെ മുമ്പിലെ ഓടയിൽ പാതി പ്രസവിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത്രയും വലിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ സമുദായത്തിന്റെ മേൽ എന്തിനാ തീവ്രവാദം നിങ്ങൾ ചാർത്തുന്നത്? പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം, പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. തലമറന്ന് എണ്ണ തേക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത്. നിങ്ങൾ പഠിക്കണം ഇസ്ലാമിനെ പറ്റിയിട്ട്. ഇവിടെ പ്രിയപ്പെട്ട പ്രവാചകൻ വീണ്ടും പറഞ്ഞു, കുഞ്ഞു മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. കൊന്നൊടുക്കിയില്ലേ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വയറ്റിനകത്ത് കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, ഈ ലോകമറിയാത്ത കുട്ടികൾ, പ്രസവിക്കപ്പെടാത്ത കുട്ടികളല്ല, ഈ ലോകമറിയാത്ത കുട്ടികൾ, 5-6 മാസം തികഞ്ഞ കുട്ടികൾ. ആ കുട്ടികളുടെ ആ അടിവയറ് കുത്തിക്കീറിയിട്ട് കുട്ടികളെ തൃശൂലത്തിൽ കുത്തിയെടുപ്പിട്ട് പെട്രോൾ ഒഴിച്ച് പൊട്ടിച്ച് ആ പൊട്ടിത്തെറിക്കുന്ന പൊന്നുമക്കളെ കണ്ടിട്ട് കൈ പൊട്ടിച്ചിരിച്ച കാപാലികന്മാര് ഈ രാജ്യത്ത് ഇന്നും വിഹരിക്കുമ്പോ എങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ തീവ്രവാദി എന്ന് പറയാൻ ഇവർക്ക് നാവ് പൊന്തുന്നത്? ഞാൻ ചോദിക്കുകയാണ്. വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്, മൃഗങ്ങൾ തൊട്ടുപോകരുത്. ഡിക്ലെയർ വാറുകളുടെ നിബിധങ്ങളുടെ സമീപനമാണ്. ആ യുദ്ധത്തിന്റെ സമീപനങ്ങളെ യുദ്ധത്തിന്റെ സൈന്യാധിപനായ സർവ്വസൈന്യാധിപനായ നേതാവായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഒരു പടിഞ്ഞാറൻ ശക്തിയും എഴുതി പിടിപ്പിച്ചിട്ടില്ല. അപ്പോഴും പറയുന്നു നബിധങ്ങളുടെ 10 വർഷക്കാലം അടിയുടെ വിപ്ലവത്തിന്റെയും പ്രവാചകനാണ് എന്ന്. മലർന്നു കിടന്ന് തുപ്പുകയാണ് അവര്. ഞാൻ ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീവ്രവാദത്തിന്റെ മുദ്ര ചാർത്തപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവാചകനെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്, നമ്മുടെ നായകനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ഇന്ന് ഇശാ നമസ്കാരത്തിലും മഗ്രിബ് നമസ്കാരത്തിലും ഇവിടെ ഈ സമ്മേളനം ആരംഭിച്ചപ്പോഴും ഇവിടെ ഓതിയ സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നബിതങ്ങളെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന എന്താണെന്നറിയോ? നിങ്ങൾക്കറിയുന്ന ആയത്താണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. നിങ്ങൾക്കറിയല്ലോ റബ്ബുൽ ആലമീൻ. ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പറയും റബ്ബുൽ ആലമീനായ അല്ലാഹ്. എന്തായി റബ്ബുൽ ആലമീൻ എന്നറിയോ? ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത എല്ലാം, അല്ലാഹ് അല്ലാത്ത എല്ലാം. മാമരങ്ങളും മാമലകളും സാഗരങ്ങളും പക്ഷിപ്രവാദികളും വൃക്ഷലതാദികളും മൃഗങ്ങളും ഹിംസ്ര ജന്തുക്കളും പരൽ മത്സ്യങ്ങളും പറവകളും ആകാശവും ഭൂമിയും സ്വർഗവും നരകവും എല്ലാം അല്ലാഹു അല്ലാത്തതാണ്. ആ അല്ലാഹു അല്ലാത്ത എല്ലാത്തിന്റെയും പേരാണ് ആലം എന്ന് പറയുന്നത്. അതിനെ ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, റബ്ബാണ്. ഇവിടെ ഹിന്ദു സഹോദരങ്ങളും പറയും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ചില ഹിന്ദുത്വ പാർട്ടികൾക്ക്, ഹിന്ദുത്വ സംഘടനകൾക്ക് ഇന്നും ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. ഓം എന്ന് പറഞ്ഞാൽ ആ ഉ മാ എന്ന് പറയുന്ന 3 അക്ഷരങ്ങളുടെ സംജ്ഞയാണ്. ആ ഉ മാ എന്നതാണ് ഓം. എന്താണ് ഈ ഓം എന്ന് പറഞ്ഞാൽ? ആ അജയ്യൻ, ഉദ്ധാരകൻ, മരിപ്പിക്കുന്നവൻ, മുഹീ, മുമീസ്, അതാണ് പടച്ചതമ്പുരാൻ. അല്ലാഹു എന്ന സർവശക്തനുണ്ട് എന്ന് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ സർവമത സത്യവാദത്തിന്റെ ആളോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളോ അതിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ആളാണ്. സർവമത സത്യവാദം എന്ന ഒന്ന് ഇല്ല എന്ന് ഏത് കൊട്ടാരത്തിന്റെ മുമ്പിലും ഏത് 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 തലമൂട്ടപ്പന്റെ മുമ്പിലും പറയാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ലോകത്ത് എല്ലാ വിശ്വാസികളും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ലോകത്ത് ബുദ്ധനും ചൈനനും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ദൈവം ഉണ്ട് എന്ന്. അങ്ങനെ വിശ്വസിക്കാത്ത ചില ആളുകളുണ്ട്, നിരീശ്വരവാദികളാൽ. നിരീശ്വരവാദികൾ മാത്രമേ അത് അംഗീകരിക്കാതെയുള്ളൂ. പക്ഷേ ലോകത്ത് സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടാവ് ആലമീങ്ങളുടെ സൃഷ്ടാവാണ്, സർവ്വലോകത്തിന്റെയും സൃഷ്ടാവാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആദരവായ പ്രവാചകൻ, മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, നമ്മുടെ കൽബിന്റെ ജേതാവ്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, കരളിന്റെ തുടിപ്പ്, ഹൃദയത്തിന്റെ ഭാഗം, നമ്മുടെ വികാരം, നമ്മുടെ വിചാരം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നാണെങ്കിൽ നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന പടച്ചതമ്പുരാൻ ആലമീങ്ങളുടെ റബ്ബാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ ആലം
എന്ന് പറയുന്ന പടച്ചവനല്ലാത്ത സർവ്വതിന്റെയും കാരുണ്യമാണ് പ്രിയപ്പെട്ട പ്രവാചകൻ. ഇവിടുത്തെ ഹിന്ദുവിന്റെ കാരുണ്യത്തിന്റെ അംബാസഡർ, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ കാരുണ്യത്തിന്റെ ഹോൾസെയിൽ ഡീലർ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ് സത്യം. പഠിക്കണം. അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ പോലും പഠിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ട് ഞാൻ ചേർത്ത് വായിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ആലമീങ്ങളുടെ റബ്ബെന്ന് അള്ളാഹനെ പരിചയപ്പെടുത്തുമ്പോ ആലമീങ്ങളുടെ റഹ്മത്തെന്ന് അള്ളാഹ്ക്ക് കൊടുത്ത അതേ വിശേഷണം കൊടുത്തുകൊണ്ട് നബിതങ്ങൾ കാരുണ്യത്തിന്റെ തിരുദൂതരാണെന്ന് പഠിപ്പിച്ചുവെങ്കിൽ 1500 വർഷം കഴിഞ്ഞു നബിതങ്ങൾ ജനിച്ചിട്ട് ഇന്നും മനസ്സിന്റെ ഉള്ളറകളിൽ കാത്തിരിക്കുന്ന ഒരു തലമുറയുണ്ട് എങ്കിൽ ആ പ്രവാചകൻ കാരുണ്യമാനായ പ്രവാചകനല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിൽക്കുവോ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു പറയാൻ എന്താ മഴ പെയ്താൽ ആ മഴയത്തിരിക്കാൻ തയ്യാറാകുന്നത് എന്താണ്? ഭാര്യ മരിച്ചുപോയാൽ ആ ഭാര്യയുടെ മരണത്തിന്റെ വേദന വിട്ടുമാറുന്നുണ്ട്. പ്രവാചകനെ പറ്റി പറയാൻ ഒരു സദസ്സിൽ ഒരാൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരിലാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം അത്രയും വലുതാണ്. ആ പ്രിയപ്പെട്ട പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയുടെ ഹോൾസെയിൽ ഡീലറായ പ്രിയപ്പെട്ട പ്രവാചകനായി പരിചയപ്പെടുത്തുന്നത് കൊണ്ടാണ്. പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോളി. ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കാരുണ്യത്തിന്റെ മഴയാണ്. കാരുണ്യവാനായ പ്രവാചകനെ, കാരുണ്യവാനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ, കരുണയുടെ ഹോൾസെയിൽ ഡീലറായ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോ ഈ മഴയും കാരുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രവാചകൻ എപ്പോഴും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കരുണ ലോകത്ത് പ്രചരിപ്പിച്ച പ്രവാചകനാണ്. എല്ലാ മതവിഭാഗത്തിനും കാരുണ്യം വിതറിയ പ്രവാചകനാണ്. അതുകൊണ്ട് പ്രവാചകനെ ഒരു വർഗീയവാദിയുടെയോ തീവ്രവാദിയുടെയോ ഏതെങ്കിലും ഒരു ലേബൽ ഇട്ടിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. അതിനാരും ശ്രമിക്കരുത്, ആരും അതിന് കൂട്ടുനിൽക്കരുത് എന്നാണ് ഈ മീലാദ് സംഗമത്തിന്റെ സന്ദേശമായി എനിക്ക് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരുപാട് സമയമൊന്നുമില്ല, ഇനി 10 മിനിറ്റ് കൂടിയാണ് അവശേഷിക്കുന്നത്. കാരുണ്യത്തിന്റെ മഴത്തുള്ളികൾ അള്ളാഹു പെയ്തിറക്കുന്നത് ഈ പരിശുദ്ധമായ സദസ് ഇന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ജീവിതം, ഇതൊരു നവോന്മേഷത്തിന്റെ മഴയാണ്. ഇതൊരു മഴത്തുള്ളി എന്ന് പറയുന്ന നവോന്മേഷത്തിന്റേതാണ്. ഇതൊരു പുതിയ ആവേശം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കുറച്ച് തുള്ളികളെ നമുക്ക് സമ്മാനിച്ചത്. ഈ സദസ് അള്ളാഹു ഇഷ്ടപ്പെട്ട സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിസമാപ്തി വരെ അള്ളാഹു തന്നെ ആ മഴത്തുള്ളികളെ മാറ്റിത്തരുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകരവാദികളായി ലോകമനസാക്ഷി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിളിച്ചു പറയുന്നത് ജൂതന്മാരാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കൾ വിഷം നട്ടിയ വയറുമായി കഴിയുമ്പോ ആ പാവപ്പെട്ട മക്കൾക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വരുന്നു എന്ന വേചേനെ ആ മക്കൾ 2 കൈ നീട്ടിയിട്ട് പറന്നു പോകുന്ന ഹെലികോപ്റ്ററിന് മുമ്പിൽ കൈനീട്ടി ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ആ പട്ടിണി പേക്കോലങ്ങളായ കണ്ണുകൊടിഞ്ഞ് കവളൊട്ടി വയറൊട്ടിയ എല്ലുന്തിയ പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ നേരെ ബോംബ്, ആ പ്രിയപ്പെട്ട മക്കളുടെ തലയിലേക്ക് ബോംബേറ് നടത്തുന്ന ജൂതന്മാര്. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ജൂതന്മാരാ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ശത്രു ജൂതന്മാരാ. ആ ജൂതന്മാരാണ് ഏറ്റവും വലിയ ശത്രുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആ ജൂതന്മാരുടെ നേതാവായിരുന്ന സെയ്ദ് ബിൻ ദസ്ന. സെയ്ദ് ബിൻ ദസ്ന എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ, നേതാവ് മാത്രമല്ല, അയാൾ വിവരമുള്ള നേതാവാണ്, അയാൾ പണ്ഡിതനാണ്. സെയ്ദ് ബിൻ ദസ്ന എന്ന ജൂത പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കടം വാങ്ങി. കോടീശ്വരനായിരുന്നില്ല. അധികാരത്തിന്റെ അപ്പകഷണങ്ങൾ കിട്ടുമ്പോ ലോകം മുഴുവനും തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുന്ന അഭിനവ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയക്കാരനെ പോലെ ആയിരുന്നില്ല പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണിയുടെയും പരിവട്ടത്തിലായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് വീട്ടിൽ ഭക്ഷണം അടുപ്പ് തീ പുകയാതെ വന്നപ്പോ കുറച്ച് കടം വാങ്ങേണ്ടി വന്നു. ആരിൽ നിന്നാ കടം വാങ്ങിയത്? സെയ്ദ് ബിൻ ദസ്ന എന്ന ജൂത പണ്ഡിതനിൽ നിന്ന്. ആരാ ജൂതന്മാര്? ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ. പഠിക്കണം. ഇന്നും പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ ക്രൂര
ക്രൂരമായിട്ട് കൊന്നൊടുക്കുന്നവർ ഇപ്പോ പറയാണല്ലോ, സൗദി അറേബ്യ ഞങ്ങൾ പിടിക്കും, സൗദി ഞങ്ങൾ പിടിക്കും, മക്കയും മദീനയും ഞങ്ങൾ പിടിക്കും, ഖത്തറാജ് ഇവിടെ ഇരിപ്പുണ്ട്, ഖത്തറിൽ കൊണ്ടുവന്ന് ബോംബിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാഴികയ്ക്ക് 40 വട്ടം ഭീകരവാദി 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 എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട നിരായുധരായ ചരൽക്കല്ലുകൾ മാത്രമുള്ള ഫലസ്തീൻ മക്കളുടെ നേരെ അമേരിക്ക എന്ന മച്ചമ്പി കൊടുക്കുന്ന ലോക ഏറ്റവും കൂടുതൽ ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഏറ്റവും വലിയ വെള്ളക്കാരൻ കൊടുക്കുന്ന ആ ആയുധങ്ങൾ വാങ്ങിയിട്ട് പാവപ്പെട്ട പൊന്നുമക്കളെ നേരെ ബോംബ് വർഷിക്കുന്ന ജൂതന്മാരുടെ നേതാവ് സെയ്ദ് ബിൻ ദസ്ന. ആ സെയ്ദ് ബിൻ ദസ്നയിൽ നിന്ന് കടം വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങിയത് എന്തിനാണ്? ജീവിതത്തിന്റെ വക കണ്ടെത്താൻ വേണ്ടിയിട്ട്. കൊടുക്കാൻ 6 മാസത്തെ അഗ്രിമെന്റ് വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് സെയ്ദ് ബിൻ ദസ്ന തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, കടം വാങ്ങിയത് തിരിച്ചു തായോ. പറഞ്ഞ അഗ്രിമെന്റ് പൂർത്തിയായില്ലല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞില്ല. അള്ളാന്റെ റസൂലിന് പറയാമായിരുന്നു. പറഞ്ഞത് നമ്മൾ 6 മാസത്തെ ഗ്യാരണ്ടിയല്ലേ, അതെത്തിയില്ലല്ലോ, കേവലം 3 മാസമല്ലേ, പകുതിയല്ലേ ആയുള്ളൂ. പറഞ്ഞില്ല പ്രവാചകൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹോദര, എന്റെ കയ്യിൽ ഇപ്പൊ തരാനൊന്നുമില്ലല്ലോ, നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയത് തിരിച്ചു തരാനുള്ള ഒന്നും എന്റെ കൈവെള്ളയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പ്രവാചകനോട് സെയ്ദ് ബിൻ ദസ്ന എന്ന ജൂത പണ്ഡിതൻ പറഞ്ഞു, മുഹമ്മദേ, നാണം കെട്ടവനെ, നീ മാത്രമല്ലടാ, നിന്റെ കുടുംബക്കാരും വാങ്ങിയ തിരിച്ചു കൊടുക്കുന്നവന്മാരല്ല. ഇത് കേട്ടപ്പോൾ വീരനും വില്ലനും വില്ലാളി വീരനും വിജിഗീഷുവുമായ ഖത്താബിന്റെയും ഹന്തമയുടെയും മകനായി ജനിച്ച് മക്കയുടെ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങൾ മേച്ചിട്ട് യുവാവായിരുന്നപ്പോ സിറിയയിൽ പട്ടുവസ്ത്ര വ്യാപാരിയായി ത്വായിഫിനടുത്തുള്ള ഉക്കാല ചന്തയുടെ ലീഡറായി മുതലാളിയായി മാറിയ ദാറുന്നദവയുടെ ക്യാബിനറ്റിൽ വെച്ച് ആര് മുഹമ്മദിനെ കൊല്ലുമെന്ന് ചോദിച്ചപ്പോ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്ന മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് നിന്നിട്ട് ചോദിച്ചു, നബിയെ, ഇവനെ ഞാൻ കൊല്ലട്ടെ പ്രവാചകരെ, ഞാൻ ഇവനെ കൊല്ലട്ടെ. 6 മാസം ബാക്കി നിൽക്കവേ 3 മാസം പൂർത്തിയായപ്പോൾ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചിട്ട് അങ്ങയെ അധിക്ഷേപിക്കുന്ന യവൻ ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല പ്രവാചകരെ. കാരുണ്യത്തിന്റെ പ്രവാചകൻ. അറിയണം പ്രിയപ്പെട്ടവരെ, സവർണ നേതാക്കന്മാരും സവർണ ചിന്താഗതിയുള്ളവരും മുസ്ലിം കുടുംബത്തിൽ പാവപ്പെട്ട പൊന്നുമക്കൾ, ആരെയും കാണിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ, ആ പൊന്നുമക്കൾ കഴുകന്റെ കണ്ണുകളോടെ കാമകസ്മലന്മാരെ 4 ഭാഗത്ത് വട്ടമിട്ട് പറക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കാലും കൈയും വളരുന്നോ എന്ന് നോക്കി ആറ്റുനോട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ജീവന്റെ ജീവനായ പൊന്നുമോളെ, കല്യാണം നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എരപ്പാളിയോ എംബോക്കിയോ അല്ല, ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും വിലപിടിപ്പുള്ള ജനപ്രതിനിധികൾ പോലും പറയുകയാണ് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. എന്തേ? വേറെ പെണ്ണുങ്ങളില്ലാത്തത് കൊണ്ടാണോ? മക്കൾ ഉണ്ടാവുന്നത് കണ്ടിട്ട് വെണ്ടക്കയും അമരക്കയും കത്തിരിക്കയും തിന്നാൽ ഈ കല്യാണം കഴിക്കണമെന്നൊന്നും തോന്നൂല. ഇടയ്ക്കൊക്കെ മട്ടനോ ബീഫോ ചിക്കനോ ഒക്കെ കഴിക്കണമെങ്കിൽ ഇതൊക്കെ ആഗ്രഹങ്ങൾ വരൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചേർത്ത് പറയുകയാണ്, ആ നിലയിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വർഗീയ വാദത്തിന്റെ വിത്ത് പാകുന്ന അഭിനവ നേതാക്കന്മാര് പിടിക്കണം. സെയ്ദ് ബിൻ ദസ്ന വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ പൈസ താടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊല്ലട്ടെ നബിയെ എന്ന് ചോദിച്ച ഉമർ തങ്ങളുടെ നേരെ പ്രവാചകന്റെ മുഖം പോയി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ നെറ്റിയിലെ ഒരു ഞരമ്പൂരി വീർത്തു. ദേഷ്യം വന്നു പ്രവാചകനെ. ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമറേ, നീ ശൈത്താന്റെ ആളാണോ? എന്നെ സഹായിച്ച് അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിന് പകരം അദ്ദേഹത്തോട് നീ മര്യാദയില്ലാതെ സംസാരിക്കുകയാണോ? ചോദിച്ചത് നമ്മുടെ പ്രവാചകനാണ്. അള്ളാന്റെ ഹബീബിന്റെ വാക്ക് കേട്ടിട്ട് ഉമർ തങ്ങൾ തരിച്ചുപോയി. രോമം എഴുന്നേറ്റ് നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുറച്ചധികം കൊടുത്തേക്ക്, പലിശയല്ല. മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി നമ്മളെ കാരണം. അപ്പോഴും ആലോചിക്കണം, 6 മാസത്തെ എഗ്രിമെന്റ് 3 ആയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, കുറച്ചധികം കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചധികം കൂടി കൊടുത്തു. ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ജൂതന്റെ നേതാവും പണ്ഡിതനുമായ സെയ്ദ് ബിൻ ദസ്നയോട് പറഞ്ഞു, എടോ, നീയാണോടാ ഒരു പണ്ഡിതൻ, ഒരു ജൂത പണ്ഡിതൻ? നിനക്ക് മനസാക്ഷിന് എഗ്രിമെന്റ് വെച്ചിട്ട് 3 മാസം എത്തിയപ്പോൾ കുടുംബത്തെ അധിക്ഷേപിച്ചിട്ടും അധികം കൂടി തരാൻ പറഞ്ഞ വിശാലമായ എന്റെ പ്രവാചകന്റെ സമീപനം നീ കണ്ടില്ലേടാ?
എന്ന് ചോദിച്ചപ്പോൾ കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകിയിട്ട് സയ്യിദ് ബിൻ ദസ്ന പറഞ്ഞു, ഇല്ല, ഒരു നയാ പൈസ എനിക്ക് വേണ്ട. ഞാൻ തൗറാത്ത് വായിച്ചു വന്നപ്പോൾ ഈ മുഹമ്മദ് നബിയുടെ പ്രത്യേകതകൾ ഞാൻ വായിച്ചു. അങ്ങനെ വായിച്ചു വന്നപ്പോൾ എല്ലാ അടയാളങ്ങളും ഞാൻ കണ്ടു. ഒരു കാര്യം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് ബോധ്യം വന്നു, ദേഷ്യപ്പെടൂല, പ്രകോപിതനാകൂല, ആരോടും കയത്ത് സംസാരിക്കൂല. ആ പ്രിയപ്പെട്ട പ്രവചിക്കുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലിയിട്ട് സയ്യിദ് ഇബ്നു ദസ്ന അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തി, എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ ബൈത്തുൽ മാലിലേക്ക് വേണ്ടി തരികയാണ്. ജൂത പണ്ഡിതന്റെ സമീപനത്തിൽ പ്രവാചകൻ പ്രകോപിതനായിരുന്നുവെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ നായകൻ ഒരു തീവ്രവാദിയായിരുന്നുവെങ്കിൽ സയ്യിദ് ഇബ്നു ദസ്നയുടെ തല കഴുത്തിന് മുകളിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. സയ്യിദ് ഇബ്നു ദസ്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, പ്രവാചക അധ്യാപനങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ ആ ഒരു സന്ദേശം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ സുള്ളിയ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ് സംഗമത്തിന്റെ അനുഗ്രഹീതമായ ഈ അവസാന നിമിഷത്തിലെ ഈ പ്രഭാഷണത്തിൽ വെച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയും. അള്ളാന്റെ പ്രവാചകനെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം പ്രവാചകനെ. വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ റാലി നടത്തി എത്ര പേർക്ക് അറിയാൻ കഴിയും? ഞാൻ വിമർശിക്കുകയാൻ, കുറ്റപ്പെടുത്തുകയല്ല. വിശുദ്ധ ഖുർആനിൽ അഹ്മദ് എന്ന നബി തങ്ങളെ പറഞ്ഞു, മുസമ്മിൽ എന്ന് പറഞ്ഞു, മുദ്ദസ്സിർ എന്ന് പറഞ്ഞു, യാസീൻ എന്ന് പറഞ്ഞു, താസീൻ എന്ന് പറഞ്ഞു, നബി എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു, പല പല പേരിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേര്, മുഹമ്മദ് എന്ന പേര് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് അബ്ദുൽ മുത്തലിബ് പേരിട്ട് മുഹമ്മദ് എന്ന്. അതിനു മുമ്പ് ലോകത്താർക്കും മുഹമ്മദ് എന്ന പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് മക്കക്കാര് വന്നിട്ട് ചോദിച്ചു, അബ്ദുള്ളയുടെ മകൻ, അങ്ങയുടെ പ്രിയപ്പെട്ട ആ പുത്രന്റെ മകന് എന്ത് പേരായിട്ടത് പേരക്കുട്ടിക്ക്? അദ്ദേഹം പറഞ്ഞു, എന്റെ പേരക്കുട്ടിക്ക് ഞാൻ പേരിട്ടത് മുഹമ്മദ് എന്നാണ്. അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, എന്തിനാ മുഹമ്മദ് എന്ന് പേരിട്ടത്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് പേരിട്ട് കൊടുത്ത അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാന്റെ ഉപ്പ വല്യുപ്പ പറഞ്ഞത്, ലോകത്തെല്ലാവരും ഇവനെ പുകഴ്ത്തണം. ഇവിടെ മൈക്ക് കെട്ടിയിട്ട്, ചിലപ്പോൾ ഇതിന് ബദലായിട്ട് ആരെങ്കിലൊക്കെ മൈക്ക് വെച്ച് കെട്ടിയിട്ട് നബി തങ്ങളെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് മുഹമ്മദ് തീവ്രവാദി എന്നാണ്. പക്ഷേ തീവ്രവാദത്തിന്റെ ആ ലേബൽ പ്രവാചകൻ ഒട്ടിക്കുന്നതിന് മുമ്പ് തികട്ട നാവുകൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു, സ്തുതിക്കപ്പെട്ടവനെന്ന്. നബി തങ്ങളെ സ്ത്രീലമ്പടനായി പറയുന്നുണ്ട്. മുഹമ്മദ് സ്ത്രീലമ്പടൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും സ്ത്രീലമ്പടനാണ് എന്ന പേര് നബി തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്നതിന് മുമ്പ് ആ വൃത്തികെട്ടവന്റെ നാവ് കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു, സ്തുതിക്കപ്പെട്ട മുഹമ്മദ് എന്ന്. ഇതിനാണ് ഞാൻ അങ്ങനെ പേരിട്ടത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയാ. മുഹമ്മദ് നബിയെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞാലും ആദ്യം അള്ളാഹു അവനെ കൊണ്ട് നബി തങ്ങളെ പുകഴ്ത്തി മൗലിദ് പറയിപ്പിച്ചിട്ടേ അള്ളാഹു താല ഈ വാക്കുകൾ പറയിപ്പിക്കൂ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ. ആ നിലയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പേര്, ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് വെക്കപ്പെടുന്ന നാമം, ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നാമം, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. സ്ത്രീലമ്പടനാണ് എന്നും പ്രവാചകൻ പെണ്ണുങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളവരാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഫേസ്ബുക്ക് ചാനലുകളും യൂട്യൂബ് ചാനലുകളും ബ്ലോഗർമാരും ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ മറുപടി അതേ പേജിലും സ്റ്റേജിലും പറയാൻ അറിയാത്തത് കൊണ്ടോ, നാവ് വഴങ്ങാത്തത് കൊണ്ടോ, നെഞ്ചുറപ്പില്ലാത്തത് കൊണ്ടോ, നട്ടല്ലില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. വിവരക്കേടിന് വിവരക്കേട് കൊണ്ട് മറുപടി കൊടുക്കാൻ ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മറുപടി പറയാൻ, വൃത്തികെട്ട ആ വാക്കുകൾക്ക് മറുപടി പറയാൻ, മഹത്തായ സദസ്സുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ടുമാണ് മറുപടി പറയാത്തത്. അല്ലാതെ മറുപടി പറയാൻ മടിച്ചിട്ടല്ല. നബിതങ്ങളെ സ്ത്രീലമ്പടനായി വിശദീകരിക്കുമ്പോഴും വർണ്ണിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. 25 വയസ്സുള്ള പുണ്യപ്രവാചകൻ കല്യാണം കഴിച്ചത് 2 വിവാഹം കഴിച്ച് 2 ഭർത്താക്കന്മാരും മരണപ്പെട്ട് വൈദവ്യം പേറി കഴിയുന്ന ബീബി ഖദീജത്തുൽ കുബ്രയാണ് കല്യാണം കഴിച്ചത്. ഖദീജ ബീവിയിലൂടെ മാത്രമേ അള്ളാഹു സന്താനങ്ങളെ നബിതങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഇബ്രാഹിം എന്ന മോൻ, അത് മാരിയത്തുൽ ഖിബ്തി എന്ന അടിമ സ്ത്രീയിൽ നിന്ന് കിട്ടിയതാ. ആ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 65-ാമത്തെ വയസ്സിൽ വഫാത്താവുന്നു. അന്ന്
ഞങ്ങളുടെ നായകന് വയസ്സ് 50. ആ 50 വയസ്സ് വരെ 25 വർഷക്കാലം അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മറ്റൊരു കല്യാണം കഴിയില്ല. 50 വയസ്സിൽ ഖദീജ ബീബി വഫാത്തായി. ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ വിമ്മി വിമ്മി പ്രസംഗിച്ചതുപോലെ ആരോടും മിണ്ടാതെ, ആരോടും ഒരു വാക്ക് പറയാതെ പ്രവാചകന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്ര മരണപ്പെട്ടല്ലോ മാമുൽ ഹുസ്ൻ അറിയപ്പെടുന്നു. വല്ലാത്ത ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആ പ്രിയപ്പെട്ടവൾ വേർപെട്ടു പോയതിന്റെ വേദന അത് ആരോടും മിണ്ടാതെയും സഹകരിക്കാതെയും നബിതങ്ങൾ മൂകനായിരിക്കുമ്പോ പ്രവാചകന്റെ മുമ്പിലേക്ക് മറ്റൊരാലരയുമായിട്ട് കടന്നു ചെന്ന പ്രിയപ്പെട്ട അനുചരന്മാര് അവിടെ നിന്നാണ് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അവിടെ തുടർന്നങ്ങോട്ട് മറ്റു വിവാഹങ്ങൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്ത്രീലമ്പടനാണ് എന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോ വൃദ്ധയായ ഒരു സ്ത്രീ മരണപ്പെടുന്നത് വരെ മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിക്കാത്ത യുവാവായ നമ്മുടെ പ്രിയപ്പെട്ട നായകൻ എങ്ങനെ സ്ത്രീലമ്പടനാകും? ഒന്ന്, ഇത് പറയുമ്പോഴും അവര് പറയുന്ന എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നില്ല, തളച്ചിടുന്നു എന്നാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഇസ്ലാമിലെ മുസ്ലിമത്തായത് ആദ്യ നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചത് ആദ്യത്തെ വിഭാഗങ്ങളിൽ പെടുത്തപ്പെടുന്ന ഖദീജ ബീബി എന്ന പെണ്ണാണ്. പിന്നെ ഇസ്ലാമിലേക്ക് വന്നതാരാ? മറ്റൊരു തളച്ചിടപ്പെട്ട സമുദായമാകുന്ന അടിമ വംശത്തിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ്. പിന്നെ ആരാ ഇസ്ലാമിലേക്ക് വന്നത്? അകറ്റി നിർത്തപ്പെടുന്ന മൂന്നാമത്തെ അദസ്ര വിഭാഗമാകുന്ന ചെറിയ കുട്ടികളിൽ നിന്ന് അലിയെ. അത് കഴിഞ്ഞിട്ടാണ് അബൂബക്കർ എന്ന പ്രമാണി ഇസ്ലാമിലേക്ക് വരുന്നത്. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റി പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ അല്ല, 1501 ജന്മസുദിനം ആഘോഷിക്കുന്ന അടുത്ത വർഷത്തെ ഇതേപോലത്തെ പുണ്യവസന്തകാലത്തിന്റെ രാത്രി വരെ പ്രസംഗിക്കാൻ പോലും ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിയുമെങ്കിൽ കടല് പോലെ സാഗരം പോലെ വിശാലമായ കാരുണ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സംബന്ധിച്ച് കിട്ടിയ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഹ്രസ്വമായിട്ടാണെങ്കിലും എല്ലാവരും അവരവരുടെ ഭാഗതയം നിർണയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രവാചക അധ്യാപനങ്ങളിലൂടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ദാടി വെക്കണം, തൊപ്പി വെക്കണം. നിങ്ങൾ മുസ്ലിമായി കഞ്ചാവും MDMA-യും അതുപോലുള്ള മറ്റുള്ള മയക്കുമരുന്നുകളിൽ നിന്ന് അകലം പാലിച്ച് ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ മതവിഭാഗത്തിനും രാജ്യത്തിന്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമെന്ന സുന്ദരമായ നമ്മുടെ മഴവിൽ മനോഹാരിതയുള്ള ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളായി നമ്മൾ മാറണം. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുകയാണ്.